ഇപ്പോൾ നമ്മുടെ ജ്യോതിർലിംഗ യാത്രയുടെ 15-ാം ദിനം ആരംഭിക്കുന്നത് ഇവിടെ വെച്ചാണ്. ഹോട്ടൽ ആയി ജഗദമ്പ അല്ലേ? നമ്മൾ ഇന്നലെ 10 മണിക്ക് വന്ന് കടന്നു. 4:30 4 മണിക്ക് അലാറം വെച്ചു. കാരണം ഇനി ഇവിടെ നിന്ന് മെയിൻ റോഡ് തന്നെയാണിത്. ഇവിടെ നിന്നാണ് പോകേണ്ടത്. നമുക്ക് ഒരു മണിക്കൊക്കെ എത്താൻ പറ്റും. ഇനി ഫുഡ് കഴിക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്ത് എവിടെ നിന്നെങ്കിലും കഴിക്കാം. നമ്മുടെ ഇന്നപ്പന് ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ കണ്ട കുറേ കേട്ടോ, ഇവിടെ കിടക്കണ കണ്ട ആത്തേക്ക് ഇത്ര ഫുള്ള് പൊത്തടിച്ചു വാരിയാണ്. എന്നാലും ഇതിൻ്റെ അകത്ത് ഇപ്പോഴും ഇവിടെ കുറേ ഇഷ്ടംമാര് കിടക്കണ്ട. ഇത്രയും അധികം റോഡ് സൂപ്പറാണല്ലേ ഇന്നലെ പറപ്പിച്ചു പോവാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോ താക്കോലോടെ അപ്പൊ നമുക്കിനി കിലോമീറ്റർ ഒന്ന് നോക്കാം. നമ്മുടെ 7,381 കിലോമീറ്റർ. 7,381 ഇപ്പോഴൊന്ന് വണ്ടി എടുത്തിട്ട് നോക്കാം. അത് ഹൈക്കോർട്ടാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഹൈക്കോട്ടെന്ന് എഴുതിയ പോലെ എനിക്ക് വണ്ടിയാണ് നേരത്തെ കണ്ടായിരുന്നു. ഹൈക്കോർട്ടാണെന്ന് തോന്നുന്നു. ബലഗാവിയിലാണ് നമ്മ ഇപ്പൊ ഉള്ളത്. നമ്മ ഇവിടെ സ്റ്റേ ചെയ്യാന്നാണ് പ്ലാൻ ചെയ്തത്. നല്ല സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. അതെ, NH48 അഥവാ AH47 എന്ന് പറയും. AH47 ആണ് എനിക്ക് തോന്നുന്നത്. ഏഷ്യൻ അല്ലേ? ഏഷ്യൻ. IIT ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതെ, IIT ഇവിടെ തൊട്ടടുത്ത് കാണിക്കേണ്ടി. അത് ബലഗാവിയിലെ IIT അടിപൊളി. നമ്മളപ്പോ ഇപ്പൊ കണ്ടത് സുവർണ വിധാനസൗധയാണ്. അതെ, അത് വടക്കൻ കർണാടകയിലെ നിയമസഭ കൂടിയാണ്. നിയമസഭാ മന്ദിരമാണ്. അതെ അതെ അതെ, അടിപൊളിയല്ലേ? നല്ല സെറ്റപ്പ് ആയിട്ട് കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ, രാവിലെ ഒരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. ഇവിടെ കപ്പ് പിന്നെയും കുറച്ചുകൂടി വലുതായിട്ടാ. അതെ അതെ, 10 രൂപ തന്നെയാണ് കേട്ടോ. 10 രൂപ. പക്ഷെ മഹാരാഷ്ട്രയിലൊക്കെ 15 രൂപ, 20 രൂപ, 30 രൂപ. സാധാ കപ്പിന് 30 രൂപയാണ്. നേരം വെളുത്ത് തന്നെയുള്ളു. NH1 ഹൈവേ നെക്സ്റ്റ്. IIT ആണെന്ന് തോന്നുന്നു. IIT ആണെന്ന് കർണാടക IIT. അതെ, നേരെ ഒരു ബിൽഡിംഗ് ഉണ്ടാവും. സൂപ്പർ. ആകാശത്ത് അല്ലേ? ആകാശത്ത് മുട്ടി നിൽക്കണ പോലെയുണ്ട്. അതെ അതെ, വലിയൊരു നിലക്കെട്ടാണ്. അതെ, ഭയങ്കര വലുതാണ്. ഭയങ്കര വലിയൊരു കെട്ടിടം തന്നെ. എന്തോ ബുദ്ധന്റെ അമ്പലം തോന്നുന്നു. പഴയ ഒരു ക്ഷേത്രം തോന്നുന്നു. അല്ലേ? അതെ, മെട്രോ ബാംഗ്ലൂർ. നമ്മളപ്പോ ബാംഗ്ലൂർ എത്താറായി. ഇനി നമുക്കൊരു 7 കിലോമീറ്ററും കൂടി ഉള്ളൂ. നമ്മുടെ വളരെ സ്പീഡിലാണ് നമ്മൾ എത്തിയത്. അതെ, ആ റോഡ് കാരണം പറപ്പിച്ചാണ് 12:26 എത്തുന്നതാണ്. ഇപ്പൊ സമയം 12 മണിയായി. അതെ, നമ്മളൊരു 4:40 ഇറങ്ങി രാവിലെ. അതെ, ആ സമയത്ത് കാണിച്ചത് ഒരു 1 മണിക്കാണ് കാണിച്ചത്. 12:50 56 കാണിച്ചത്. ഇപ്പൊ 12:30 ആക്കാൻ പറ്റി. നല്ല അടിപൊളി റോഡാണ്, ഒന്നും നോക്കാനില്ല. ഫസ്റ്റ് 1 മണിക്കൂർ കൊണ്ട് നമ്മൾ 89-90 കിലോമീറ്റർ ഓടി. 120-130 പോണത് അറിയാനുള്ള. പിന്നെ അവിടെ എത്തിയിട്ടാണോ? അതെ, നമ്മുടെ ബിഗുന്റെ റിസൾട്ട് വന്നു. അതെ അതെ, ഫുൾ A+ ഉണ്ട്. പിന്നെ 133 അല്ല
1133 മാർക്ക്, 94%. അത് നല്ല മാർക്കുണ്ട്. ഗ്രേസ് മാർക്ക് കിട്ടിയില്ല. ഗ്രേസ് മാർക്ക് ഇല്ലാതെ A+ കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. അതെ, എല്ലാവിധ ആശംസകളും. നമ്മൾ ബാംഗ്ലൂരിലാണ് ഉള്ളത്. ഇവിടെ ചക്ക എടുത്തോണ്ടിരിക്കുകയാണ്. വീഡിയോ ഇവിടെ കുറെ ചക്ക വരുന്നുണ്ടോ? അതെ, ഫുൾ A+ പ്രമാണിച്ച് ചക്ക മുറിച്ച് ആഘോഷിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഇന്നപ്പനെ ഒന്ന് കുളിച്ച് കുട്ടപ്പനാക്കാൻ പോവാണ്. അപ്പോൾ ബിഗുവിൻ്റെ റിസൾട്ടൊക്കെ വന്ന് ബിഗു ഹാപ്പി ആയതുകൊണ്ട് നമ്മുടെ ഇന്നപ്പനെ കുളിപ്പിക്കാന്നുള്ള പ്ലാൻ എടുത്തു. നാട്ടിൽ വന്നിട്ട് കുളിപ്പിക്കാമെന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതേ കുളിപ്പിക്കാനായിട്ടുള്ള പ്ലാനിലാണ്. ബാംഗ്ലൂർ ആണ് ഇന്നപ്പം കിടക്കുന്നത്. നമ്മുടെ ചക്ക കിടക്കണണ്ട. ചക്ക കഴിച്ച് വയറ് നിറച്ച് വെച്ചിരിക്കണേ. ഒരു രക്ഷയില്ലാത്ത ചക്കയാണ്. ചക്ക വേണമെങ്കിൽ പാഴ്സൽ പൈസ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അയച്ചു തരാവുന്നതാണ്. ബാംഗ്ലൂരിലത്തെ ചക്കയാണ്, നല്ല സൂപ്പർ ചക്കയാണ് അല്ലേ ബിഗു? ടേസ്റ്റാണ്, ചില ചുമന്ന കളറുമാണ്. അപ്പോൾ അതേ നമ്മുടെ ബിഗപ്പൻ, നമ്മുടെ ഇന്നപ്പൻ, ബിഗു എന്നാണ് കേട്ടോ പേര് ഇന്നപ്പൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്ലീനിങ് ആണ്. ഓക്കെ, ക്ലീനിങ് കഴിഞ്ഞ് കാണാം. അപ്പോൾ നമ്മുടെ ഇന്നപ്പൻ അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട്, ഉണ്ടോ? കുട്ടപ്പനായിട്ടുണ്ട്. പക്ഷെ ഇനിയും മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് നമുക്ക്. ഇന്നപ്പനും സന്തോഷമായിട്ടുണ്ട്. കുറേ ദിവസമായി കുളിച്ചിട്ട്. ഒരു 16 ദിവസത്തിന് ശേഷമാണ് കുളിക്കണ ഭാവം. നല്ല വെള്ളവും സംവിധാനം കിട്ടാതെ പറ്റാത്ത ഒരവസ്ഥ ആയതുകൊണ്ടാണ്. ഇപ്പോൾ കുട്ടപ്പനായി. ഇനി ഞങ്ങളിവിടെ ഒന്ന് തൊട്ട് പുറത്തൊക്കെ ഒന്ന് ബിഗുവിൻ്റെ ചെറിയ ചിലവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകും. കീർത്തി എത്തിയിട്ട് വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കണത്. പിസ്സ അല്ലേ? പിസ്സ കഴിക്കാൻ പോകണം. പിന്നെ മറ്റേ സാധനം ടുസ്റ്റാറ്റോ എന്ന് പറഞ്ഞ സാധനം. പിന്നെ പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോക്കണം നമുക്ക്. സ്ട്രീറ്റ് ഫുഡൊക്കെ നോക്കണം. അകത്തൊക്കെ ഇനി സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇതാണ് മല്ലേശ്വരം മഠാധിപതി. ഹരീഷാണ് പറഞ്ഞേട്ടാ, ഹരീഷ്. ഞങ്ങളപ്പോൾ ഒരു പിസ്സ കഴിക്കാനായിട്ട് നടക്കുകയാണ്. അപ്പോൾ ബിഗു ഹരീഷേട്ടൻ പറയണത് ബിഗു മുടി ചീവുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഞാൻ മുടി ചീവുണ്ട്, പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യണാണ്. അത് മാത്രമല്ല, ചില സമയത്ത് സമയം കിട്ടാറില്ല. രാവിലെ എണീറ്റിട്ട് ഞാൻ പയ്യാണ് എണീക്കാറ്. എനിക്ക് പയ്യെ എഡിറ്റ് ചെയ്തൊക്കെ കിടക്കുമ്പോൾ സമയവും. അത് കഴിഞ്ഞിട്ട് പിന്നെ എണീക്കുമ്പോൾ ചെയ്യാൻ സമയം കിട്ടാറില്ല. കുളിച്ചിട്ട് നേരെ വണ്ടി കയറലാണ് പതിവ്. അതാണ്. ഏതായാലും നമുക്ക് നടക്കാം. അതെ, മുടി നാളെ ചീവി കാണിക്കാം, വീഡിയോയിൽ കാണിക്കാം ചെയ്യണത്. അപ്പോൾ കുറച്ച് നടക്കണം, ഒരു 1 കിലോമീറ്ററോളം നടക്കണം. കീർത്തി നമ്മളെ കാത്ത അവിടെ നിൽപ്പുണ്ട്. അതെ, നമ്മൾ ആദ്യം ട്വിസ്റ്റായിട്ട് ഒഴിക്കാനാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആ സ്ഥലത്തോട്ട് പോയി, പക്ഷേ ആ സ്ഥലമല്ല. അതാണ് കുറച്ച് കൂടുതൽ നടക്കണത്. ഓക്കെ, ദീപയുടെ റിസൾട്ട് അതിനിടയ്ക്ക് ഞാൻ കേട്ടിട്ട് പാസ്സായി. അതാണ് ഇന്ന് മധുര 2 ഡബിൾ ഡമാക്കിയാണ്. ഇരട്ടി മധുരം. പിന്നെ ദീപയും പാസ്സാവും. അപ്പൊ ട്രിപ്പിൾ മധുരം ആവും. അതെ, ദീപയുടെ റിസൾട്ടിന് അതെ 3 ചെലവുണ്ടെന്ന് പറയണം. 3 ചെലവ്. എല്ലാവർക്കും ഈ വീഡിയോ വഴി പിസയും മറ്റും ചെലവായിട്ട് വരുന്നുണ്ടാവും. അതെ, എല്ലാവരും കണ്ട് രസിക്കാം. നല്ല കാറ്റടിക്കണം, നല്ല കാറ്റും, നല്ല മഴക്കാറ്. ഇവിടെ എത്തിയപ്പോൾ ഒരു സുഖം. ചൂടിന്ന് അങ്ങോട്ട് മാറി നല്ല തണുപ്പിലോട്ട് വന്നു. 24 ഡിഗ്രി ഒക്കെയാണ് പറഞ്ഞോണ്ടിരുന്നത്. നമ്മുടെ അവിടെ തണുപ്പാണെന്നാ പ്രതീക്ഷിക്കുന്നത്. പോയിട്ട് വേണം ഒന്ന് കുളത്തിച്ചാടാൻ. നമുക്ക് കുളം തേകിയതിന് ശേഷം നിറഞ്ഞിട്ടേ ഉള്ളൂ. അതെ, ഇനി ഒന്ന് കുളത്തിൽ ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് ചാടി അല്ലേ കുളിക്കണം. നല്ല കാറ്റുണ്ട് ഇവിടെ. നല്ല കാറ്റുണ്ട്, മഴക്കാറും ഉണ്ട്. കൊട എടുക്കണമെന്ന് വിചാരിച്ചു, പിന്നെ വേണ്ടെന്ന് വെച്ചു. കൊട എടുത്തിട്ടില്ല. അതെ, പിന്നെ തിരിച്ച് ഓട്ടോക്കാണല്ലോ വന്നത്. ഓട്ടോക്കാണെന്നാ പറഞ്ഞത്. ഇവര് നടക്കുമെങ്കിൽ നമുക്ക് നടക്കാം. ആകെ 2 കിലോമീറ്റർ നടക്കാനുണ്ട്.
അപ്പോൾ നമ്മുടെ എത്തി സ്ഥലത്തെത്തി. അതാണ് നമ്മുടെ സ്ഥലം. അത് തീരുമാനിച്ചിട്ടുള്ള നമ്മളെ കാത്തിരിക്കുകയാണ്. തോന്നുന്നത് ഹായ് അങ്കസുനു 5 പീസ് എഗൈൻ വീണോ ടീച്ചറിനെ വിളിക്കാൻ നേരത്തെ അതാണ്. ഹായ് ഹലോ. ഇവിടെ നിന്നാണ് നമ്മുടെ പിസ്സ. അപ്പോൾ ഓർഡർ ചെയ്താ? ഇയാൾക്ക് മലയാളം അറിയില്ല കേട്ടോ. इसको मलयालम नहीं आता, कन्नड़ा. कन्नड़ा प्लीज फॉर आवर कन्नड़ा व्यूअर्स. फॉर आवर कन्नड़ा. ನಮಸ್ಕಾರ. ಇವಾಗ ನಾವು ಪಿಜ್ಜಾ ತಿಂತೀವಿ. ದಟ್ ಇಸ್ ചൂടാക്കി അല്ല അകത്തോട്ട് നേരെ വെക്കുക. നമ്മളിവിടെ ബാംഗ്ലൂർ വന്നാലും ഇവിടുത്തെ പിസ്സ കഴിക്കും അല്ലേ? അതെ അതെ. പണ്ട് 30 രൂപ 40 രൂപ ആയിരുന്നു. ഇപ്പൊ കൂടി 60 രൂപ നല്ല ആവാം. ഓക്കെ കഴിച്ചു. മതി മതി. അല്ല കുഴപ്പമില്ല. ഓക്കെ ബിക്കു കഴിച്ചിട്ട് ചൂടോടെ കഴിക്കണം. ചെറിയ വിഷയം കുറെ കാലമായി കഴിച്ചിട്ട്. സൂപ്പറല്ലേ? ഇപ്പൊ ഏകദേശം സമയം ഒരു 9:45 ആയി. അപ്പൊ നമ്മളത് കഴിക്കാൻ പോണാണ്. നമുക്ക് ബിസിബലെ ബാത്താണ്, സ്പെഷ്യലി മെയ്ഡ് ബൈ സന്തോഷ് മാത്തു. അതിൻ്റെ കൂടെ ബൂന്തി. അതെ, രണ്ടും കൂടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഇവിടെ വരുമ്പോ ഇത് കഴിക്കാനാണ്. അപ്പൊ ഇത് കഴിച്ചിട്ട് ഏതായാലും നമുക്ക് കളി കാണാം അല്ലേ? ഇന്ന് കളി കാണണോ? കളി കഴിഞ്ഞിട്ട് കിടന്നിട്ട് ഉറങ്ങിട്ട് രാവിലെ 6 മണിക്ക് പോവുകയാണ്. അതെ അതെ. ഓക്കെ. ഗുജറാത്ത് ടൈറ്റൻസിന്റെയും RCBയുടെയും മത്സരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിന് വേണ്ടി RCBക്ക് വേണ്ടി RCBയുടെ ഫാൻ കീർത്തിയാണ്. പൊടിയാണ് കേട്ടോ. RCB കേട്ടോ, ഫാനാണ് RCB. ആര് ജയിക്കുമെന്ന് അറിയില്ല, നോക്കാം. രണ്ടുപേര്, ഒരാളെ കളി അറിയാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരാളെ നേരത്തെ 4 പദ ഔട്ടാണ്. ബാംഗ്ലൂർ ഇരുന്ന് RCBയുടെ കളിയാണ്. പുറത്ത് ഭയങ്കര മഴ. അതേസമയം പുറത്ത് നല്ല മഴയുണ്ട്. നമ്മുടെ ചക്ക എടുത്തേട്ടാ, ഒരു 4 ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചേർന്നമ്പലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചക്കക്കുരു ഉണ്ടോ? അല്ല ബെൽസ് വീണിട്ടില്ല. അല്ല ബെൽസ് വീണ അല്ല ബെൽസ് വീണിട്ടില്ല. അത് 4 പോയ സംഭവം ഉണ്ടാ.
ബിഗുവിന് വിഷമമായി, ബിഗുവിന് വിഷമമായി. അല്ല അല്ല ഔട്ടാവേണ്ടതല്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ ബ്ലോഗ് തീർക്കാം. അതെ അതെ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കുക.